ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓണം എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. ഓണം എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ആക്ടിവിറ്റീസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, റൈറ്റ് ഡൗൺ 8 4-digit നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ്സ് 0, 2, 9, 8. എന്താണ് ക്വസ്റ്റ്യൻ? 2, 0, 2, 9, 8 ഈ സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് 8 നാലക്ക സംഖ്യകളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ആദ്യം ഒരു നമ്പർ എടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ആദ്യം 0 എടുക്കാൻ പറ്റില്ല. ഓക്കെ, 0 വെച്ചിട്ട് ഒരു നമ്പറും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് 2 എടുക്കാം അല്ലേ. അപ്പോൾ 2 എടുത്തിട്ട് 2, 9, 8, 0 അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 2, 8, 9, 0 എഴുതാം. അല്ലെങ്കിൽ 2, 0, 9, 8 അങ്ങനെയും എഴുതാം. അപ്പോൾ അതൊക്കെ നാലക്ക സംഖ്യകളായിട്ട് നിങ്ങൾക്ക് നിർമ്മിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് വായിക്കാം. 8920, 8290, 8092, 2890, 2980, 2098, 2809, 2089. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 8 4-digit നമ്പർ നമുക്കുണ്ടാക്കി. ഇനിയും നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാവുന്നതാണ്, പക്ഷേ നമ്മളെടുത്ത് 8 എണ്ണമാണ് ഉണ്ടാക്കാനും പറഞ്ഞിട്ടുള്ളത്. ഇനി റൈറ്റ് ഡൗൺ ദ ലാർജ് ആൻഡ് സ്മോളസ്റ്റ് 4-digit നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ് 0, 2, 9, 8. അപ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളതും സ്മോളസ്റ്റ് ആയിട്ടുള്ളതും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കൂട്ടുകാർ ചെയ്യേണ്ടത്, ഇതിലെ ഏറ്റവും ബിഗ് നമ്പർ ഏതാണ്? 9 ആണല്ലേ. പിന്നെ ബിഗ് ഏതാണ്? 8 ആണ്. പിന്നെ 2 ആണ്. പിന്നെ 0 ആണ്. അപ്പോൾ അത് ഒരുമിച്ച് എഴുതിയാൽ മതി. അഥവാ 9820 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ബിഗ് നമ്പർ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ബിഗ്ഗസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഇനി സ്മോളസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിലെ സ്മോൾ എഴുതിയാൽ മതി. ഇവിടെ ഏറ്റവും സ്മോൾ 0 ആണ്, പക്ഷേ 0 വെച്ച് നമ്പർ സ്റ്റാർട്ട് ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ 2 എഴുതുക. പിന്നെ നമ്മൾ 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, അഥവാ 2089 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ബിഗ്ഗസ്റ്റും സ്മോളസ്റ്റും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ കൂട്ടുകാരും ഇതേ സെയിം ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നിങ്ങൾ ഇതേ മെത്തേഡിലാണ് ആൻസർ എഴുതേണ്ടത്. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് 4-digit നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ് 0, 2, 9, 8 ഈ 4 ഡിജിറ്റ് വെച്ചുകൊണ്ട് ഈ ഉണ്ടാക്കിയ ലാർജസ്റ്റും സ്മോളസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഥവാ 9820 20യും 2089 തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മൈനസ് ചെയ്യാണ് വേണ്ടത് അല്ലേ. അപ്പോൾ 9820 മൈനസ് 2089 ഈക്വൽ ടു എത്രയാണ്? നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്ത് ശരിക്കും നോക്കുക. 7731 എന്ന ഡിഫറൻസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ലൈക്ക് 1, 2, 3 ആർ ടു ബി ആഡഡ് ടു ഗെറ്റ് 400? ഒരു 400 കിട്ടാൻ വേണ്ടിയിട്ട് 1, 2, 3 തുടങ്ങിയ ഓഡ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലാസ്റ്റ് ഓഡ് നമ്പർ ആഡഡ് ഇൻ ദിസ്? ഇതിലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഓഡ് നമ്പർ ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 400 എന്ന് പറയുന്നത് 20 × 20 ആണ് 400 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 20 × 20 എന്ന് പറയുന്നത് 20 ഓഡ് നമ്പേഴ്സും അതിലെ അടുത്ത 20 എന്ന് പറയുന്നത് ഈവൺ നമ്പേഴ്സുമാണ്. അപ്പോൾ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 20 ആണെന്ന് നമുക്ക് പറയാം, കാരണം അടുത്ത 20 എന്ന് പറയുന്നത് ഈവൺ നമ്പറാണ്. ദെൻ ബി ചോദ്യം എന്ന് പറയുന്നത് ലാസ്റ്റ് ഓഡ് നമ്പർ ഏതാണെന്നാണ് അല്ലേ. അതെങ്ങനെ കണ്ടുപിടിക്കാം? അഥവാ 20th ഓഡ് നമ്പർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 20th ഓഡ് നമ്പർ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഈ 20 + 20 ചെയ്യുക, അതിൻ്റെ കൂടെ 1 മൈനസ് ചെയ്യാണ് വേണ്ടത്. അഥവാ 20 + 20 - 1. 20 + 20 എന്ന് പറയുന്നത് 40. 40 - 1 എന്ന് പറയുന്നത് 39. അപ്പോൾ 39 ആണ് അതിൽ ലാസ്റ്റ് ഓഡ് നമ്പർ എന്ന് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ഓൾ ദ 3-digit നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ്സ് 2, 3 and 4. വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ദീസ് നമ്പേഴ്സ്? ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെയാണ്. അപ്പോൾ 2, 3, 4 ഉള്ള എല്ലാ ഡിജിറ്റ് നമ്പേഴ്സും 3-digit നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം 2 എടുക്കാം. ഓക്കെ, അപ്പോൾ 2 എടുത്തിട്ട് 2, 4, 3 അഥവാ 234. ദെൻ 2 എടുത്തിട്ട്
243 243. എഗെയിൻ ഇനി നമുക്ക് 2 കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, 2 കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കാനുള്ളത് 3 ആണ്. 3 എടുത്തിട്ടും ഇതേ സെയിം പോലെ 324 342 അത് രണ്ടും എഴുതി കൊടുക്കാം. പിന്നെ 4 എടുത്തിട്ടും സെയിം ആണ്, 423 432. അപ്പോൾ ഏതൊക്കെയാണ് നമ്പേഴ്സ് നമുക്ക് കിട്ടി. ഇനി നമുക്കൊരു നമ്പറും ഉണ്ടാക്കാനില്ല, എല്ലാ സംഖ്യ ഉപയോഗിച്ച് നമ്മൾ നമ്പേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് ഓൾ 3 digit നമ്പേഴ്സ് എന്ന് പറയുന്നത്? 234 243 324 then 342 423 432. ഇനി ഇതിലെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. എന്താണ്? വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ദീസ് നമ്പേഴ്സ്? ഈ എല്ലാ നമ്പേഴ്സിൻ്റെയും സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത്. സം ഓഫ് ഓൾ ദീസ് നമ്പേഴ്സ് 234 പ്ലസ് 243 പ്ലസ് 324 പ്ലസ് 342 പ്ലസ് 423 പ്ലസ് 432 ഈക്വൽ ടു എത്രയാണ്? 1998 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കൂട്ടുകാർ ഇതേപോലെ ഓരോന്ന് 1 by 1 ആയിട്ട് എഴുതി കൂട്ടി നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് നോക്കൂ. ദ സ്കൂൾ സ്റ്റോർ പർച്ചേസ്ഡ് നോട്ട്ബുക്ക് പ്രൈസിങ് ₹22 ഈച്ച്. ടോട്ടൽ എമൗണ്ട് ഈസ് ₹13,750. Okay. Then how many notebook are brought? One packet contains 25 notebook. How many packets are brought? എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? ഇവിടെ ഒരു നോട്ട്ബുക്കിന് 22 രൂപയായിട്ടാണ് നോട്ട്ബുക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 13,750 ആണ്. അപ്പോൾ എത്ര നോട്ട്ബുക്ക് വാങ്ങി എന്നാണ് ആദ്യം കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. അഥവാ 13,750 ഡിവൈഡഡ് ബൈ 22. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 625 എന്ന് കിട്ടും. അപ്പോൾ 625 നോട്ട്ബുക്സ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഒരു കണ്ടെയ്ൻസ് എന്ന് പറയുന്നത് 25 നോട്ട്ബുക്കാണ്. അങ്ങനെയാണെങ്കിൽ എത്ര പാക്ക് നോട്ട്ബുക്ക് വാങ്ങിച്ചു, അല്ലെങ്കിൽ എത്ര കണ്ടെയ്ൻസ് നോട്ട്ബുക്ക് വാങ്ങിച്ചു? അതും നമുക്ക് ഇതേ സെയിം ആണ് ചെയ്യേണ്ടത്. 625 ഡിവൈഡഡ് ബൈ 25. അപ്പോൾ നമുക്ക് 25 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 25 പാക്കറ്റ് നോട്ട്ബുക്കാണ് വാങ്ങിച്ചത്. ഓരോ പാക്കറ്റിലും 25 നോട്ട്ബുക്കാണ് ഉണ്ടായിരുന്നത്. ഇനി അടുത്തത് നോക്കൂ. Given that 24 into 25 equal to 600, compute the following products in your head. നിങ്ങളെ തല ഉപയോഗിച്ചുകൊണ്ട് അഥവാ കാൽക്കുലേറ്റ് ചെയ്യാതെ നിങ്ങളെടുത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് 24 into 25 എന്ന് പറയുന്നത് 600 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 25 into 26 എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ 5 ആണ് കൂടിയിട്ടുള്ളത് അല്ലേ? അതുപോലെ തന്നെ 25 എന്നുള്ളത് 26 ആയിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ അവിടെ 50 ആണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അഥവാ 5 into 10. ഓക്കെ, അല്ല 5 into 10. അപ്പോൾ അവിടെ എത്രയാണ്? 50 വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഈ 600ൻ്റെ കൂടെ 50 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 650 എന്ന് ഉത്തരം കിട്ടും. ഇനി 22 into 25 എന്ന് പറയുന്നത് 550 ആണ്. 24 into 27 എന്ന് പറയുന്നത് 648. 24 into 27 എന്ന് 24 into 24 എന്ന് പറയുന്നത് 576. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിൽ നിന്ന് ഇവിടെ എത്രയാണോ കുറച്ചിട്ടുള്ളത് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കുറച്ചാൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നിങ്ങൾക്ക് അത്രയും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക, ആൻസർ തെറ്റിക്കാതെ നോക്കുക. അടുത്തത് നോക്കൂ. എ നമ്പർ മൾട്ടിപ്ലൈ ബൈ 16 ഗേവ് 1360. വാട്ട് വിൽ ബി ദ പ്രൊഡക്റ്റ് ഇഫ് ദ നെക്സ്റ്റ് നമ്പർ ഈസ് മൾട്ടിപ്ലൈ ബൈ 16? എന്താണ്? ഒരു സംഖ്യയെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 1360 ഉത്തരം കിട്ടി. ഇനി അതിൻ്റെ അടുത്ത നമ്പർ ആയിട്ടുള്ള അടുത്ത ഒരു 16 കൂടെ അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എത്രയാണ് കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? വളരെ ഈസിയാണ് അല്ലേ? നമുക്കറിയാം ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1360 കിട്ടി. അടുത്തൊരു 16 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഈ 1360ൻ്റെ കൂടെ 16 ആഡ് ചെയ്താൽ മതി. അഥവാ 1360 പ്ലസ് 16 ഈക്വൽ ടു 1376 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇനി അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. വാട്ട് വിൽ ബി ദ പ്രൊഡക്റ്റ് ഇഫ് ദ നമ്പർ ജസ്റ്റ് ബിഫോർ ദിസ് ഈസ് മൾട്ടിപ്ലൈ ബൈ 16? അഥവാ 16ൻ്റെ നെക്സ്റ്റ് അതിൻ്റെ മുന്നത്തെ നമ്പർ അഥവാ ഈ ആൻസറിൽ നിന്നും 16 നമ്മൾ മൈനസ് ചെയ്താൽ മതി.
16 കൂടെ ആഡ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് 16 ആഡ് ചെയ്യാം. അതിൻ്റെ മുന്നത്തെ നമ്പർ എന്ന് പറയുമ്പോൾ ആ ഉള്ളതിൽ നിന്നും ഈ 1360 നിന്നും 16 കുറക്കുകയാണ് വേണ്ടത്. അപ്പോൾ എത്ര നമുക്ക് ഉത്തരം കിട്ടും? 1344 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻസ് എന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിൽ നിന്നും നമ്മൾ ആൻസർ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഇനി അടുത്തതിൻ്റെ പാർട്ട് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.